അള്ളാഹുവിൻ്റെ സത്യം. വലഖദ് ഔഹൈന, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി പറയുന്നത് വല്ലാഹി ലഖദ് ഔഹൈന, നാം വഹ്യ് നൽകി. ഇല മൂസ, ആർക്കാ വഹ്യ് നൽകിയത്? മൂസായിലേക്ക്. വഹ്യുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറേ വിഷയം പറഞ്ഞു പോയതാണ്. മൂസാക്ക് നാം വഹ്യ് നൽകി. എന്താ വഹ്യ് നൽകിയത്? അൻ അസ്രി ബി ഇബാദി. അൻ അസ്രി, എന്താ അൻ അസ്രി? അസ്ര എന്ന് പറഞ്ഞാൽ എന്താ? അസ്ര എന്നതിൻ്റെ കൽപ്പനക്രിയാണ്. അസ്ര എന്ന് പറഞ്ഞാൽ രാത്രി നടത്തുന്ന പ്രയാണം, നിശാപ്രയാണം. അസ്ര അതിൻ്റെ കൽപ്പനക്രിയാണ് അസ്രി. അൻ അസ്രി, രാത്രിയിൽ പോവുക എന്നാണ് ഇസ്രാ. സുബ്ഹാനല്ലദി അസ്രാ ബി അബ്ദിഹി. അൻ അസ്രി ബി ഇബാദി, എൻ്റെ ഇബാദിനെയും കൊണ്ടുപോവുക. ബി ഇബാദി എന്ന് പറയുന്നത് ഉദ്ദേശം ആരാണ്? ബനു ഇസ്രായേലാണ്. ബനു ഇസ്രായേൽ, ഇസ്രായേലിയരാണ്. അൻ അസ്രി ബി ഇബാദി, എൻ്റെ ഇബാദിനെയും കൊണ്ട്, ദാസന്മാരെയും കൊണ്ട് രാത്രി പോവുക. രായിക്ക് രാമാനം പോകാനാണ് പറയുന്നത്. എന്തിനാ രാത്രി പോണ്? പകല് പോകാതെ എന്ത്? ഇരുട്ടിൻ്റെ രാത്രി പോകാൻ, ആരും കാണാതെ പോകാനാണ്. അൻ അസ്രി ബി ഇബാദി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകിയത്. വലഖദ് ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബി ഇബാദി ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹ്രി യബസ ലാ തഖാഫു ദറകൻ വലാ തഖ്ശ. ഫദ്രിബ്, എന്താ ഈ ഫ? ഈ ഫ ആണ് ഫൗൽ ഫസീഹ എന്ന് പറയും. ഫൗൽ ഫസീഹ അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകിയതനുസരിച്ച് മൂസ എന്ത് ചെയ്തു? ഇസ്രായേലരെയും കൊണ്ട് ഇസ്രായേൽ നടത്തി പോയി. സമുദ്ര മാർഗേണ പോയി. ആ സമുദ്ര മാർഗേണ പോയപ്പോൾ പലതും സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചേ? ഫിറോനും കൂട്ടരും അവരറിഞ്ഞു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഹ്യ് നൽകിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂസ അലൈഹി സ്വലാത്തു ഇസ്രായേലരുടെ വീടുകൾക്കൊക്കെ അടയാളം വെച്ച്, ആ അടയാളം വെച്ചിട്ട് പിന്നെ അവരൊക്കെ എന്ത് ചെയ്ത്? വിവരം നൽകിയിട്ട് വിളിച്ചു കൂട്ടി, എന്നിട്ടാണല്ലോ പോരുന്നത്. അപ്പോൾ ഇസ്രായേലിയരെയൊക്കെ വിളിച്ചു കൂട്ടി, അവരെല്ലാവരും കൂടി എന്നിട്ട് ഒന്നിച്ചാണ്. അന്ന് ഇസ്രായേലിയരുടെ ഇസ്രായേലിയർ തുടങ്ങിയത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയും ഉപ്പയും 11 സഹോദരങ്ങളും അതിൽ തുടങ്ങിയതാണ്. ഈ ഒരു നിശാപ്രയാണ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുന്നത് 6 ലക്ഷത്തിൽ പര ആളുകളെയാണ്. 6 ലക്ഷത്തിൽ പര ആളുകളാണ്. ഇസ്രായേലിയർ അത്രയും എണ്ണം പെരുകിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചു കൂട്ടണം. അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ എത്തി? സമുദ്രത്തിൻ്റെ തീരത്തെത്തി. ആ സമുദ്രത്തിൻ്റെ തീരത്തെത്തിയപ്പോൾ പിന്നിൽ ആര് വന്നിട്ടുണ്ട്? ഫിറൗനും കൂട്ടരും വന്നിട്ടുണ്ട്. മുന്നിൽ സമുദ്രം കാണുകയാണ്. അപ്പോഴാണ് ഇദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹ്രി യബസ. ഇദ്രിബ് ലഹും. അപ്പോൾ ഈ അതാണ് ഫൗൽ ഫസീഹ എന്ന് പറയുന്നത്. കുറേ ആശയങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. അവിടെ ആ ഒരു ഫാൻ്റെ പ്രത്യേകത. വ്യാകരണത്തിൽ നഹ്വ് പഠിക്കുന്നതിന് വ്യാകരണം പഠിക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണ്. കാരണം ഇത്തരം ഈ അവ്യയങ്ങളുടെ പ്രയോഗങ്ങളുടെ ആശയം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? പല ദുർവ്യാഖ്യാനങ്ങളിലേക്കും അതിലേക്കൊക്കെ പോകും എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ 6 ലക്ഷത്തിൽ പരം ഇസ്രായേലിയരെയും കൊണ്ടുപോകുമ്പോൾ ഹദീസിൽ വല്ലു അത്തരീഖ് എന്നാണ്. ലമ്മ ഖറജ മൂസ ബി ബനി ഇസ്രായേൽ മിൻ മിസ്ർ, മിസ്റിൽ നിന്ന് ഇസ്രായേലിയരെയും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടപ്പോൾ വല്ലു തരീഖ്, വഴിതെറ്റി എന്നാണ്. വഴിതെറ്റി. അപ്പോൾ വഴിതെറ്റി മാത്രമല്ല, ഇങ്ങനെ സമുദ്രമാർഗേണ വഴി തെളിയുന്നില്ല. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇസ്രായേലിയരിലെ ചില കാരണവന്മാർ പറയാണ്, ഇന്ന യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മ മാത അഖദ അലൈനാ മൗസിഖൻ അല്ലാ യഖ്റുജു ഇല്ലാ ബിഇമാമിഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മരണക്കാൻ സമയം അടുത്തപ്പോൾ ഞങ്ങളോടൊരു കരാറ് വാങ്ങിയിട്ടുണ്ട്. അതെന്താ? നിങ്ങൾ ഈജിപ്തിൽ നിന്ന് എൻ്റെ ഇവാമുമായിട്ടേ പുറപ്പെടാവൂ. എൻ്റെ ഇവാം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക ശരീരം കൊണ്ടേ പുറപ്പെടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയാണ്, നമുക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം ഏറ്റിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് മൂസ അലൈഹി യൂസുഫ് നബിയുടെ വസിയ്യത്താണ്, മൗസിഖ്, കരാറാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മൻ യഅരിഫു ഖബ്റഹു, ആർക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ അറിയുക? കാരണം ബോഡി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഖബർ അറിയണ്ടേ? അപ്പോഴാണ് ഇസ്രായേലിയർ പറയുന്നത്, അജൂസും മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിയരിലൊരു കിളവി, വൃദ്ധ സ്ത്രീ, അവർക്കേ അറിയുള്ളൂ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്തേക്ക് പോവാണ്, ആ കിളവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ കിളവിനോട് പറയാണ്, എവിടെയാണ്? അയിന ഖബ്റു യൂസുഫ് അലൈഹി സ്വലാം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ എവിടെയാണ്? അപ്പോൾ സ്ത്രീ പറയാണ്, ഹത്താ തുഅ്തിയനി ഹുക്മി, എനിക്കൊരു അവകാശമുണ്ട്, എനിക്കൊരു കാര്യമുണ്ട്, അത് എനിക്ക് തരികയാണെങ്കിലേ ഞാൻ പറയുള്ളൂ. അപ്പോൾ മാ ഹുക്കുമിക്ക്, എന്താ നിങ്ങളെ ഹുക്കുമെന്ന് ചോദിക്കണം ആ കിളവിനോട്.
അപ്പോൾ കിളവി പറയണ അൻ അക്കൂന മാക്ക ഫിൽ ജന്ന, അൻ അക്കൂന മാക്ക ഫിൽ ജന്ന, ഞാൻ താങ്കളുടെ കൂടെ സ്വർഗത്തിൽ സന്ധിക്കണം, ഒന്നിക്കണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ സ്വർഗത്തിൽ ഒന്നിക്കാറുണ്ടെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കഴിയുന്ന കാര്യമാണ്. അതൊക്കെ അന്നാണെങ്കിൽ ഈ സി എമ്മാടെ പോലൊന്നും ജീവിച്ചിട്ടുമില്ല, ഇപ്പം ഇല്ല, ഈ മൂലയക്കന്മാരൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ടിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ തൻ്റെ വിയോജിപ്പ് അനിഷ്ടം പറഞ്ഞ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി മൂസാക്ക്, അവർക്ക് അവരുടെ ഹുക്കുമുണ്ടായിരിക്കും എന്ന് പറയാം. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഇവരെയും കൊണ്ടൊരു ഒരു തടാകത്തിലേക്ക് പോയി എന്നാണ്. ആ തടാകത്തിലേക്ക് പോയിട്ട് അവരോട് പറഞ്ഞ് അംദൈബു, ഇതിലെ വെള്ളം വറ്റിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വെള്ളം കോരി വെച്ച് അത് വറ്റിച്ചപ്പോൾ അതിന് നടുക്ക് അവർ പറഞ്ഞ് കുഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കുഴിച്ചപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മടപ്പെട്ട ആ ഒരു താബൂത്ത്, ഒരു പെട്ടി പുറത്തു വന്നു. അങ്ങനെ അതെടുത്തപ്പോൾ ഫൈദ പരീഖു മിസ്ലൻ നഹാർ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വഴി പകൽ പോലെ തെളിഞ്ഞു എന്നാണ്. രാത്രിയാണ്, പക്ഷേ പകലിൽ എന്ന പോലെ വഴി തെളിഞ്ഞു. പിന്നെ ഇസ്രായേലരും കൊണ്ട് ആ വഴിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മദീനയിൽ പറയണത്, പിന്നെ ഒരു അറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ കൊടുത്ത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാബിനോട് പറഞ്ഞ് അനിയത്തിന നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരേണ്ടി, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ അറാബിനോട് ചോദിച്ചു, അപ്പോൾ സഹാബികളൊക്കെ ഉണ്ട്, അറാബി എന്താണ് നബി എന്തിനാണ് വിളിച്ചു വെച്ചിട്ട് എല്ലാ സഹാബികളുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അറാബിനോട്. അപ്പോൾ അറാബി പറയാണ്, നാക്കത്തൻ അർക്കബുഹ, എനിക്ക് സവാരി ചെയ്യാനൊരു ഒട്ടകം, പിന്നെ ആനുസൻ ഈ അഹ്ലി ബുഹ അഹ്ലി, എൻ്റെ കുടുംബത്തിന് പാല് കറന്ന് ജീവിക്കാൻ കുറച്ച് ആടും, അതേ വേണ്ട, എനിക്കൊരു ഒട്ടകത്തിനെയും തരണം, കുറച്ച് ആടിനെയും തരണം, അതാണ് മൂപ്പരുടെ ആവശ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ആവശ്യം കൊടുത്തു. പക്ഷേ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ആ ഇസ്രായേലിയരിലെ ആ അജൂസ് കിളവി അവരെ പോലെ ആയിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ. അപ്പോഴാണ് സഹാബി ചോദിച്ചത് എന്താണ് അതിൻ്റെ കഥ, അപ്പോഴാണ് ഇത് പറഞ്ഞത്. ആ ജൂസക്ക് വൃദ്ധസ്ത്രീക്ക് എന്തൊക്കെ പറയാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്, എത്ര അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ച മഹാപ്രവാചകനാണ് മൂസ. പക്ഷെ അവർ പറഞ്ഞത് അൻ അക്കൂന മാക ഫിൽ ജന്ന എന്നാണ്, എനിക്ക് നിങ്ങളോടൊത്ത് സ്വർഗത്തിൽ ഇടണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. അതേപോലെ ആയിരിക്കണം നിങ്ങൾ എന്നാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. സ്വർഗം അതാണ് എയിം ആകേണ്ടത് എന്ന് പറഞ്ഞു. ഏതായാലും ഈ സംഭവങ്ങളൊക്കെ എവിടെ നടന്നു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ വഹ്യ് നൽകപ്പെട്ടതിൽ പിന്നെ നടന്നു. പിന്നെയാണ് എന്ത് ചെയ്തത്, അള്ളാഹു പറയുന്നത് ഇദ്രിബ് ലഹും തരീഖൻ, അതാണ്, അതൊക്കെ അറിയിക്കാനാണ് അരീഫ